യോഗ്യനായിരിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും ആദ്യമായി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തെ ചെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ ആന്റണി ജോസഫ്, അതുപോലെ ഇന്ന് വൈകിവേളയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ വിൽസൺ ജോസഫ്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇവിടെ ഗുഡ് ന്യൂസ് നോട്ടൽ ബന്ധത്തിൽ എത്തിയിട്ടുള്ളതായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സി വി മാത്യൂസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃദാസന്മാർ, കടന്നു വന്നിട്ടുള്ളതായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കവണ്ണം ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ യോഗത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ UAE കടന്നു വരുവാൻ കവണ്ണം ഇടയായി തീർന്നത്. 5-8 ദിവസങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് ഉള്ളൂ എങ്കിൽ തന്നെയും ഇത്രത്തോളം അത്ഭുതകരമായ രീതിയിൽ ദൈവം നടത്തിയ ദൈവത്തിന്റെ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളത്തെ നമ്മുടെ യോഗങ്ങൾക്ക് ശേഷം ശനിയാഴ്ച വെളുപ്പിന് ഇവിടെ നിന്ന് 4 മണിയോടുകൂടെ കടന്നു പോകുവാൻ കവണ്ണം താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് UAE റീജിയന്റെ ഭാരവാഹികളെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇങ്ങനൊരു അവസരം ജീവിതത്തിൽ വീണ്ടും തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കട്ടെ. When I look at this audience and even still the people are coming and I can see how that we are being blessed together tonight in the presence of God. ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കവണ്ണം ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. 4-5 കൊച്ചു സഭകൾ ഒന്നിച്ചുകൂടി ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു യോഗം നടത്തുമ്പോൾ ഇത്രമാത്രം ആനന്ദം നമുക്ക് ദൈവസന്നിധിയിൽ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ആത്മനാഥന്റെ ആ ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഈ സംഗമം എത്ര ശ്രേഷ്ഠമായിരിക്കുമെന്ന് ആവർത്തിച്ച് എന്റെ ഹൃദയം ചിന്തിക്കുന്നു. ഇത് വളരെ ചുരുങ്ങിയ ഒരു കൂട്ടമാണെന്ന് എനിക്കറിയാം. നാം ഇതിനകത്ത് വിശാലമാണ്, നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞാൻ കൂട്ടായ്മ എത്ര ശ്രേഷ്ഠവും വലിയതുമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്റെ വിഷൻ, this is my vision about our gathering even here upon the face of the earth, that this can be more enlarged. ഇത് കുറെ കൂടെ വിശാലമാകുവാൻ നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിടയായി തീരും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഒന്നിച്ചുള്ളതായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ഈ വലിയ കൂട്ടായ്മയുടെ ഭാഗമായി തീരത്തക്കവണ്ണം വരും ദിവസങ്ങളിൽ UAE റീജിയനിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ maybe that is my mission that I am just putting before you. നിങ്ങളുടെ മുമ്പിൽ ആ വലിയ ദർശനം ഞാൻ വയ്ക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. വിശേഷിച്ച് ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപകരുടെയും അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റ് ആളുകളുടെയും പ്രത്യേകമായിരിക്കുന്ന വന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബഥേൽ ബൈബിൾ കോളേജിന്റെ അധ്യാപക സമിതിയുടെയും ബോർഡിന്റെയും പ്രത്യേക വന്ദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 1927 ദൈവത്തിന്റെ ദാസൻ ജോൺ എച്ച് ബർജസ് എന്ന് പറയുന്ന ദൈവദാസനാൽ ബീജാവാപം നൽകപ്പെട്ടതായിരിക്കുന്ന ഈ സ്ഥാപനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കർത്താവിന്റെ ദാസന്മാരെ അയക്കുവാൻ അക്കൂട്ടത്തിൽ ഇവിടെയും ദൈവദാസന്മാർക്ക് ആ സ്ഥാപനത്തിന്റെ ഗ്രാജുവേറ്റ്സ് ആയി അതിനുശേഷം ശുശ്രൂഷകരായി ഇവിടെയായിരിക്കാൻ ഇടയാകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ബഥേലിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. നിശ്ചയമായും എനിക്കറിയാം നിങ്ങളുടെ മനസ്സുകൾ അതിനായി എത്ര തുറക്കപ്പെട്ടു എന്ന്. ഞാനൊരു ചെറിയ കാര്യം പ്രസ്താവിക്കാനിടയായി. അതിന്റെ ഏതാണ്ട് 75% കഴിഞ്ഞ ദിവസങ്ങൾ ഫുൾഫിൽ ചെയ്യുവാനൊക്കെ ഇടയായിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന റീജിയനിലെ സഭകളിൽ നിന്ന് അതിന്റെ ഏതാണ്ട് 75% കാര്യങ്ങളും നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് 100% ആയിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. I thank you very sincerely from the very bottom of my heart, the way that you wanted to really see that how Bethel needs to be blessed. ദൈവത്തിന്റെ സന്നിധിയിലെ സഹോദരന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ട് ഞാൻ അവരെയും പ്രത്യേക
സാധിക്കാത്തത് മറ്റു പലരുടെയും ആ പേരുകളും പ്രസ്താവിക്കുവാനൊക്കെ ഒന്നും കഴിയാതെ വളരെ നീണ്ട ഒരു ലിസ്റ്റുണ്ട്. അവരാരും ഒരിക്കലും അത് പേര് പറയാത്തതുകൊണ്ട് വിഷമിക്കുന്നവരല്ലെന്നും എനിക്കറിയാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോം മിഷണറി കൗൺസിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രത്യേകതയാണ്, വിശേഷിച്ച് ബethel ബൈബിൾ കോളേജിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭകൾ സദേൺ ഡിസ്ട്രിക്റ്റിലും മലബാർ ഡിസ്ട്രിക്റ്റിലുമുള്ള സഭകളിൽ മിക്കവാറും എല്ലാം തന്നെ ഹോം മിഷണറി കൗൺസിലാണ് അത് സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഘടകം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തു നിന്നും ഹോം മിഷണറി കൗൺസിലിനോട് കാണിച്ച എല്ലാം നിങ്ങളുടെ താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ചില സഹോദരന്മാര് ഇരിപ്പുണ്ട്. അവരിൽ ചിലര് ബഥേലിലെ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യുവാനൊക്കെ വേണം. കഴിഞ്ഞ ദിവസങ്ങളിടെയായി അവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ അധ്യക്ഷൻ പാസ്റ്റർ ആന്റണി ജോസഫിനോടും കുടുംബത്തോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരോട് ഒരുമിച്ച് താമസിക്കുവാൻ, അവരുടെ പരിചരണങ്ങൾ അനുഭവിക്കാനൊക്കെ ഉള്ളവിടെയാണ്. അവര് മാത്രമല്ല, അവിടെ താമസിക്കുമ്പോൾ തന്നെ പല ഭവനങ്ങളില് എന്നെ ക്ഷണിക്കുകയും അവരോട് ഒരുമിച്ച് സമയങ്ങൾ അല്പമായിട്ടെങ്കിലും ചെലവഴിക്കുവാൻ, അവരുടെ സ്നേഹസൽക്കാരങ്ങളില് ആതിഥ്യങ്ങളില് പങ്കെടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. വെരി സിൻസിയർലി ഐ താങ്ക് യു ഫോർ വാട്ട് യു ഹാവ് ഡൺ. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിലും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. എല്ലാ പാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ചർച്ചക്കാരായ പ്രിയപ്പെട്ടവരായുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നു. തിരുവചനത്തിലേക്ക് ഈ രാത്രിയിൽ നാം തിരിയുവാൻ കൊണ്ട് പോകുകയാണ്. ഒന്നാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ദൈവിക ദൂത് വിലയേറിയതിനെ കണ്ടവൻ എങ്ങനെയായിരിക്കും എന്ന് പ്രസ്താവിപ്പാൻ ഇവിടെയായി. ഇന്നലെ നിങ്ങളോട് ഒരു വിശുദ്ധന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. എനിക്കറിയാൻ 2 ദിവസവും മുഴുവനും ഫിനിഷ് ചെയ്യുവാനൊക്കെ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവം എനിക്ക് തന്നായിരിക്കുന്ന ആശയങ്ങളുടെ ഒരു നല്ല ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായിരിക്കുന്ന അതേ വ്യവസ്ഥയില് മുൻപോട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഒരു സ്വർഗമേ എനിക്കറിയത്തുള്ളൂ. അല്ലാത്ത ഒരു സ്വർഗത്തെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന തന്റെ മക്കളെ ചേർക്കാനാണ് യേശു വരുന്നത് എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം കൊണ്ടും ഇവിടുത്തെ ആരാധനകൾ കൊണ്ടും യാതൊരു പ്രയോജനമില്ല. നിത്യതയെ കുറിച്ച് ഓർക്കുവാനൊക്കെ വേണം കഴിയാത്ത ഒരു പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ ഇവിടെ കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ പ്രത്യാശ നിത്യത വരെ എത്തുന്നതാണ്. ആ വലിയ കാഴ്ചപ്പാടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം എന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടായിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നാണ്. ആ അധ്യായവും നമുക്ക് പരിചിതമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച പോലെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല. വേദപുസ്തകത്തിലുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രമേ പ്രസംഗിക്കുവാനൊക്കെ കഴിയുള്ളൂ. മത്തായി സുവിശേഷം 25-ാം അധ്യായം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവരും എടുക്കാം. All those who have Bible in your hand, would you please turn with me to the book of Matthew chapter 25. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഇവിടെ വായിക്കുന്നതായിരിക്കും. സ്വർഗ്ഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർത്തുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സന്ധ്യയ്ക്ക് ചെന്നു. വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ നീ സ്തുതിക്കുന്നു, ഞങ്ങൾ നീ മഹത്വപ്പെടുത്തുന്നു. മനോഹരമായ നല്ല രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാനൊക്കെ വേണം ദൈവം ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വിനയാന്വിതരായി അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നത്, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് പറയുന്നത് കേൾക്കുവാൻ
ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഹൃദയം തുറക്കുന്നു നാഥ, അവിടുന്ന് തന്നെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ വചനം ഞങ്ങളോട് പങ്കിടുമ്പോൾ ഞങ്ങളുടെ അകത്തെ മനുഷ്യന് പ്രാപിക്കേണ്ടത് മുഴുവൻ പ്രാപിക്കുവാൻ, റെസ്പോണ്ട് ചെയ്യേണ്ടത് പോലെ റെസ്പോണ്ട് ചെയ്യുവാൻ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, അടിയുടെ നാവിനെയും തിരുമേനിയുടെ സന്നിധിയിൽ അങ്ങയുടെ ആത്മാവിനെ അത് ഹുക്ക് ചെയ്യത്തക്കവണ്ണം அதை ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം തന്നെ അതിന്റെ മുഴുവൻ കൺട്രോളും എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഈ ആലോചന ദൈവസഭയിൽ ശ്രേഷ്ഠമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ട്രാൻസ്ഫോം ചെയ്ത് ഞങ്ങളെ വ്യത്യാസപ്പെടുത്തണം. അത് സ്വീകരിച്ച് മടങ്ങുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കണം. ഇന്ന് ഞങ്ങൾ ദൈവം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ഞങ്ങളുടെ വരവാണെങ്കിൽ ആ വലിയ പ്രത്യാശയം നിറഞ്ഞവരായി അത് അങ്ങയോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് രാത്രിയിൽ വായിച്ച വേദഭാഗം പരിചിതമെന്ന് പറഞ്ഞാൽ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ ആ പരിചിതമായ ഭാഗത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക് ഫോളോയിങ് അല്ല ഞാൻ ചെയ്യുവാൻ തക്കവണ്ണം അതെ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൊന്നും ദൈവത്തിന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ച ചില ചിന്തകളുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് വളരെ അത്യാവശ്യമായി മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. യേശുക്രിസ്തു കടന്നു വരും എന്ന് പ്രസംഗിച്ച നമ്മുടെ പ്രായമുള്ള പിതാക്കന്മാർ കാലയവനികയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. അവർ കർത്താവിന്റെ കൂടെ ഇന്ന് ആയിരിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞ് അത് ഈ കാലഘട്ടത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അതിൻ്റെതായിരിക്കുന്ന ഓർമ്മകൾ വെച്ച് പുലർത്തുകയും എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങളുമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തിന്റെ ചിന്തകളിൽ നമ്മെ തന്നെ അത് ഇന്ന് ഏർപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു ക്രിസ്തീയ സമൂഹം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ചില ആവേശങ്ങളും ചില ജീവിത രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പോലും ചിന്തിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലരോട് പേരെടുത്ത് ചോദിച്ചാൽ, യേശു വരുമോ എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഒത്തിരി ആളുകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇന്ന് കഴിയുന്നുണ്ട്. സഭാന്തരീക്ഷം ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സഭാന്തരീക്ഷം ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമം നിങ്ങൾ നോക്കിയാൽ ഈ അടുത്ത കാലത്തൊന്നും കർത്താവ് വരത്തില്ല. 25 കൊല്ലത്തെ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് നിർത്തിയേച്ച് വേറെ ഏതാണ്ടൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന സഭകളെ ഇന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് ഈ പ്രസംഗം തീർക്കുമെന്ന് ആധികാരികമായി പറയാൻ എനിക്ക് അവകാശമില്ലാതെ വേണം. എന്റെ യേശു ഏറ്റവും അടുക്ക് വാതിൽക്കലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അത് എനിക്ക് സാധിക്കുന്നുണ്ട്. അത്രമാത്രം നാം കണ്ടുകൊണ്ടിരിക്കുന്ന അത് സംഗതികൾ നമ്മെ അതിനുവേണ്ടി അത് വെല്ലുവിളിക്കുന്നുണ്ട്. ഈ മത്തായി സുവിശേഷം 25 അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾ ഒരു യഹൂദ വിവാഹത്തോടുള്ള ബന്ധത്തില് ആ സംഗതികൾ അത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദ വിവാഹമല്ല, യഹൂദന്മാരുടെ ഇടയിൽ അതിനു മുമ്പേ ഉള്ളതായിരിക്കുന്ന ബിട്രോത്തൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആ വിവാഹ നിശ്ചയമായിരുന്നു വലിയത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വിവാഹം ഒരു സാധാരണ കാര്യം മാത്രമായിരുന്നു. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിവാഹമല്ല, വിവാഹ നിശ്ചയമായിരുന്നു വലുതെന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിൽ റബിമാരുണ്ടായിരിക്കണം, വിവാഹ നിശ്ചയത്തിൽ പുരുഷനും സ്ത്രീയും ഉണ്ടായിരിക്കണം, വിവാഹ നിശ്ചയത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം, വിവാഹ നിശ്ചയത്തിൽ അത് കോടതി ഭാഷയിൽ പറഞ്ഞാൽ ഈ സംഗതികൾ രേഖപ്പെടുത്തുന്നതായിരിക്കുന്ന റെക്കോർഡേഴ്സ് അത് ഉണ്ടായിരിക്കണം. വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ഒന്നായിരുന്നു വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്. വിവാഹ നിശ്ചയം കഴിയുന്ന ദിവസം മുതൽ അത് അവരെ ഭാര്യയെന്നും ഭർത്താവെന്നും വിളിക്കുന്ന ആ പ്രത്യേക ചടങ്ങായിരുന്നു അത് വിവാഹ നിശ്ചയത്തിലൂടെ നാം കാണുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് മത്തായി സുവിശേഷം 1-ാം അധ്യായം പിന്നെ വായിച്ചു കൊള്ളുക. അവിടെ എഴുതിയിട്ടുണ്ട്, വിവാഹം കഴിയാത്ത വിവാഹ നിശ്ചയം മാത്രം കഴിയുകയായിരിക്കുന്ന യോസഫിനെ ദൈവം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ദൂതൻ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞാൽ ദൈവിക വചനത്തിലൂടെ അത് നിങ്ങൾക്ക് ഉറപ്പായി കാണുവാൻ തക്കവണ്ണം കഴിയുകയാണ്. ദൈവത്തിന്റെ വചനത്തില് പഴയ നിയമം മുഴുവൻ ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമാണ്. എന്നാൽ അവർ ഒന്നിച്ച് സന്ധിക്കുന്ന ഒരു ദിവസം ചിലപ്പോൾ 2 കൊല്ലത്തിന് ശേഷം, ചിലപ്പോൾ 6 മാസത്തിന് ശേഷം, ചിലപ്പോൾ 3 മാസത്തിന് ശേഷം അതുണ്ടായിരിക്കാൻ തക്കവണ്ണം കഴിയും. ഇവരുടെ വിവാഹത്തിന്റെ സംഗതികൾ നേരിട്ട് കാണാൻ
ഇസ്രായേലിൽ ചില നാളുകൾ താമസിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ചില വിവാഹ ചടങ്ങുകളിൽ അത് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ തന്നു. തികച്ചും വിശുദ്ധ വേദപുസ്തകത്തോട് നീതി പുലർത്തുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുന്ന ആ രീതികൾ ഇന്നും അവർ തുടരുന്നത് കാണുവാൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയത്തോടുള്ളതായിരിക്കുന്ന ഈ ബന്ധത്തില് അത് ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ വിവാഹത്തിനായി ഒരുങ്ങി വിവാഹ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ പശ്ചാത്തലമാണ് ഇതിന്റെ 25-ാം അധ്യായത്തില് നിങ്ങൾക്ക് കാണുവാൻ കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അത് ഞാൻ നിങ്ങളോട് പറയാം. Ah
വചനത്തിലേക്ക് തിരിയുകയാണ്. An undivided attention to the word of God. ദൈവത്തിന്റെ വചനത്തിന് ഇവിടെ ആയിരിക്കുന്ന സമയങ്ങൾ നിശ്ചയമായും ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അതിനോട് പ്രതികരിപ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പ്രസ്താവിക്കുകയുണ്ടായി. അതിനെയും ആവർത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ വേദഭാഗത്തിൽ സാധാരണയായി നാം കേൾക്കാറുള്ളതായിരിക്കുന്ന സംഗതി, ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും സൺഡേ സ്കൂൾ മുതൽ നാം ഗ്രഹിച്ചിട്ടുള്ള സംഗതികളാണ്. ഇവരെ ബുദ്ധിയുള്ളവരാക്കിയതെന്ത്, ബുദ്ധിയില്ലാത്തവരാക്കിയതെന്ത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് ഈ തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആരംഭം മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിങ്ങളോട് വിശദീകരിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് വളരെ അത്യന്താപേക്ഷിതമായി നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് വിവാഹത്തിനായി ഒന്നിച്ചു കൂടുന്ന ഒരു പ്രത്യേക സംഗതിയാണ് ഇതിന്റെ പുറകിലുള്ളത്. മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പ്രത്യേകത ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളതായ സംഗതിയാണ്. മണവാളനെ കാത്തിരിക്കുന്നവരാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കുമോ എന്ന് തോന്നുന്നില്ല. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വേഗം വരും എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശ. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ, എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേജുകളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വാർത്തകൾ ചുരുങ്ങുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എല്ലായിടത്തും അത് ചുരുങ്ങുന്നില്ല. ദൈവം ഹൃദയത്തിൽ പ്രത്യാശ നൽകിയിട്ടുള്ളവരുടെ എല്ലാം അകത്ത് ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത് തന്നെയാണ്. വരത്തില്ലെന്ന് നമ്മളാരും പറയുന്നവരല്ല. പക്ഷേ എന്നോട് അദ്ദേഹം എടുത്തു പിന്നെയും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ കർത്താവേ, അത് വരണമേ എന്ന് ഇപ്പം പറയുന്നുള്ളല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വേഗം വരണമേ എന്ന് പറയുമായിരുന്നു. എന്താ ഇപ്പോൾ അങ്ങനെ പറയാത്തത് എന്ന് ചോദിക്കുന്ന ആളുകളിൽ നിന്ന് ധാരാളമാണ്. ശരി തന്നെയാണ്, ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. വേഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല പദ്ധതികളും പൊളിഞ്ഞ് തകർന്നില്ലാതാകും എന്ന ചിന്തയാണോ വാസ്തവത്തിൽ വേഗം വരണമേ എന്ന് പറയാൻ അത് നമ്മെ മടി കാണിപ്പിക്കുന്ന സംഗതി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആവർത്തിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് വേഗം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു കേട്ടെ. നിങ്ങളുടെ പഞ്ചവത്സര പദ്ധതികൾ അത് നടന്നാലും നടന്നില്ലെങ്കിലും, നിങ്ങളുടെ പ്ലാനുകൾ നടന്നാലും നടന്നില്ലെങ്കിലും, അടുത്ത ഞങ്ങളുടെ ഗ്രാജുവേഷൻ നടന്നാലും നടന്നില്ലെങ്കിലും, നിങ്ങളുടെ അടുത്ത പദ്ധതികൾ നടന്നാലും നടന്നില്ലെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ അകത്തെ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിതം വിട്ട് പ്രാണനാഥനോട് ഒരുമിച്ച് അത് എത്തിച്ചേർന്ന് അവനോട് ഒരുമിച്ച് വാസം ചെയ്യുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയായിരിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചേ മതിയാകുള്ളൂ. നമ്പർ 1, ഞാൻ നിങ്ങളോട് ആദ്യമായി പറയുവാൻ പോകുന്നത് എൻട്രൻസ് ഇൻടു ദാറ്റ് കിങ്ഡം ഓഫ് ഗോഡ്. ആ ദൈവരാജ്യത്തിനകത്തേക്കുള്ളതായിരിക്കുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി നടക്കുമെന്ന് ആരും കരുതരുത്. അത് ദൈവസന്നിധിയിൽ വളരെ വ്യക്തമായി വചനം നമ്മെ ഓർപ്പിക്കുന്നു. 11-ാം വാക്യത്തില് അത് വായിക്കുന്ന ഇങ്ങനെയാണ്: അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. തുറന്നിട്ടിരിക്കുന്ന വാതിലായിരുന്നു മണവാളന് കയറുവാൻ, അത് മണവാട്ടിക്ക് കയറുവാൻ, മണവാളന്റെയും മണവാട്ടിയുടെയും കൂടെയുള്ളവർക്ക് കയറുവാൻ തുറന്നിട്ട വാതിലായിരുന്നെങ്കിൽ അത് എൻട്രൻസ് ഓട്ടോമാറ്റിക്കായി തുറന്നിട്ടിരിക്കുന്ന കാലത്തല്ലാതെ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇതിനകത്ത് പോകാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ, നീ ദൈവസന്നിധിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായി ദൈവരാജ്യത്തിൽ പോകാമെന്ന് കരുതി ആരെങ്കിലും മുമ്പോട്ട് പോകുന്നെങ്കിൽ അവരോട് ഞാൻ ദൈവാത്മാവിൽ വചനത്തിൽ കൂടെ വിളിച്ചു പറയട്ടെ, നിനക്ക് ഓട്ടോമാറ്റിക്കായി ദൈവസന്നിധിയിൽ പോകുവാൻ സാധ്യമല്ല. ഈ വാതിൽ തുറന്നു കിടക്കുന്ന സമയത്ത് യേശു നിനക്ക് വേണ്ടി അത് വാതിൽ തുറന്നിട്ടിരിക്കുന്ന സമയത്ത് നീ അതിന്റെ ഭാഗമാകാത്ത കാലത്തോളം നീ പാടിയെന്നോ പ്രാർത്ഥിച്ചെന്നോ പറഞ്ഞതുകൊണ്ട് നീ അത് ദൈവസന്നിധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും, അന്യഭാഷയിൽ സംസാരിച്ചെന്ന് പറഞ്ഞാലും, വീണാലും ഉരുണ്ടാലും ചിരിച്ചാലും ശാപം മുറിച്ചാലും മുറിച്ചില്ലേലും അത് നീ ദൈവരാജ്യത്തിൽ കാണത്തില്ല. ദൈവരാജ്യത്തിൽ കാണുവാൻ അവന്റെ പുത്രനായ യേശു നിനക്ക് വേണ്ടി തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ അത് തുറന്നിരിക്കുന്ന വാതിലൂടെ അകത്ത് കടന്ന് മതിയാകും. ഓട്ടോമാറ്റിക്കായി എൻ്റർ ചെയ്യാൻ ഒരു വാതിൽക്ക് നോക്കിയിരിക്കുന്ന ഒത്തിരി
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയെല്ലാം ഉണ്ട്. ശരിക്കും ഒരു ജീവിതത്തിൽ കൺവേർഷൻ ഉണ്ടാകാതെ കാത്തിരിക്കുന്ന പുള്ളികളുണ്ട്. പാട്ടുപാടി ഇതിനകത്ത് കയറിയവര്, ചിലപ്പോൾ വാക്യം പറഞ്ഞ് ഇതിനകത്ത് കയറിയവര്, പെന്തിക്കോസിൽ ജനിച്ച് ഇതിനകത്ത് കയറിയവര് ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ഓർക്കൂ, നീ പാട്ടുപാടിയതുകൊണ്ടോ വാക്യം പറഞ്ഞതുകൊണ്ടോ നീ പെന്തിക്കോസിന്റെ തലമുറയായതുകൊണ്ടോ ദൈവരാജ്യം ഓപ്പൺ അല്ല. ഇന്ന് രാത്രി ഓർക്കൂ, അത് യേശുവിനെ നിന്റെ രക്ഷകനായി നീ അംഗീകരിക്കാത്ത കാലത്തോളം ദൈവരാജ്യത്തിൽ കാണുകയില്ല. കർത്താവിന് സമൂഹത്തിന്റെ പേരൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴത്തെ ചില ആളുകളുടെ വാശിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സമൂഹമേ പോകത്തുള്ളെന്നുള്ള വാശിയില ചില ആളുകൾ സംഗതികൾ ചെയ്യാറുള്ളത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്നതായിരിക്കും ഈ അപരാധം. നാം മനസ്സിലാക്കണം, ഇവിടെ പേര് പറയപ്പെട്ട ഒരൊറ്റ ഡിനോമിനേഷനും സ്വർഗത്തിലില്ല. എന്നെ ആവേശം കാണിച്ചെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ പദ്ധതികളും ദൈവത്തിന്റെ രാജ്യത്തിനകത്തില്ല. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഓർക്കൂ, ദൈവം വെച്ച വ്യവസ്ഥയിൽ കൂടെ ജീവിക്കുന്ന ദൈവമൈതൽ മാത്രമേ അവിടേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിനോമിനേഷണൽ ആവേശത്തേക്കാൾ യേശുവിനോടുള്ള ആവേശം നിന്റെ അകത്ത് വർദ്ധിക്കുവാനിടയാകട്ടെ. അത് പറയുമ്പോൾ ചില ചിന്തിക്കുകയാണ്, ഡിനോമിനേഷൻ വേണ്ടായിരുന്നല്ലോ, അതും വേണം. അതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം, ഇഷ്ടം പോലെ ജീവിക്കാതെ കാര്യങ്ങൾ അതിന്റെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുവാൻ ഒരു പ്രത്യേക ഡിനോമിനേഷന് അവർക്കുള്ളതായിരിക്കുന്ന ആ പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷനോ ബയലോസോ ഇല്ലെങ്കിൽ, ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനും ബയലോസും ഉണ്ടായിട്ട് പോലും അതിന്റെ മേളിൽ അത് സർക്കസ് നടത്തുന്ന പുള്ളികൾ ഇതിനകത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഇതൊരു ആവശ്യകതയായിരിക്കുന്നു. പക്ഷേ അതാരെയും ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കയില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക് എൻട്രൻസ് ഇല്ല. ഞാൻ ഒരിക്കൽ കുവൈറ്റിൽ ഒരു യോഗത്തിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ചതിനന്തരം മടങ്ങുമ്പോൾ, തിരുവനന്തപുരത്താണ് അന്നും ഇറങ്ങുവാനൊക്കെ വേണം അത് പ്ലാൻ ചെയ്ത് ഇറങ്ങുവാനൊക്കെ വേണം ഇടയായത്. കുവൈറ്റ് എയർവേസിലാണ് യാത്ര ചെയ്തത്. യാത്രയുടെ നടുഭാഗം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ് എയർ ഹോസ്റ്റസ് നടത്തുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ആ എയർ ഹോസ്റ്റസിന്റെ അനൗൺസ്മെന്റ് ഇപ്രകാരമായിരുന്നു: if there is any doctor or nurses here, please come and report. There is a case that needs attention. ഇവിടെ അറ്റൻഷൻ ആവശ്യമുള്ള ഒരു കേസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സോ നഴ്സസോ ഇതിലുണ്ടെങ്കിൽ അറിയിക്കണം. വേറെ ഒന്നുമല്ലായിരുന്നു, ഒരു സഹോദരിക്ക് അതിനകത്ത് വെച്ച് ഡെലിവറി പെയിൻ ഉണ്ടാകുവാനൊക്കെ ഇടയായി. അവർക്ക് അത് ആളുകളെ ഒരു ലൈനിൽ നിന്നും മറ്റേ ലൈനിൽ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ക്യാൻവാസ് കൊണ്ടുവന്ന് അവിടെ ഒരു കൊച്ചു മുറി പോലെ ഉണ്ടാക്കി അതിനകത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുവാനൊക്കെ വേണം അത് തീരുമാനിച്ചുകൊണ്ടാണ് അനൗൺസ്മെന്റ് നടത്തിയത്. ഭാഗ്യവശാൽ അതിനകത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പല നഴ്സസ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവര് അവിടെ കടന്നു വന്നു. ആ പ്ലെയിനിനകത്ത് വെച്ച് ആ സഹോദരി പ്രസവിക്കുവാനൊക്കെ വേണം ഇടയായി. ആ സഹോദരിയെ അത് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുവാനൊക്കെ വേണം അപ്പനും അമ്മയും തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കാത്തു നിൽക്കുക. അവര് നോക്കുക, അവരുടെ അത് മകള് അത് നിറവയറുമായി ഇറങ്ങി വരുന്ന അവളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ എയർ ഹോസ്റ്റസ് ഒരു അത് പ്രത്യേക അത് തൊട്ടിലിനകത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവളെ ഒരു വീൽ ചെയറിൽ ഉരുട്ടി അത് കൊണ്ടിയെല്ലുന്നതാണ് അവർ കണ്ടത്. അവരാദ്യം അന്തം വിട്ടുപോയി. പക്ഷേ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുവാനൊക്കെ ഇടയായി. പ്ലെയിനിനകത്ത് വെച്ച് അത് ഈ സഹോദരി പ്രസവിച്ചു ഒരൊന്നാം തരം പെൺകുട്ടി. അത് ആ കുഞ്ഞുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അപ്പനും അമ്മയും വിചാരിച്ചത് വിളിച്ചോണ്ട് പോയി അത് പരിചരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രസവിപ്പിക്കാം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാനാണ് വന്നത്. ഈ പ്ലെയിനിനകത്ത് വെച്ച് പ്രസവിച്ചത് കൊണ്ട് ആ കൊച്ചു പ്ലെയിനായി മാറിയില്ല. ആ കൊച്ചു മനുഷ്യ കുഞ്ഞ് തന്നെയാണ്. നീ എവിടെ വെച്ച് പിറന്നു എന്നുള്ളതല്ല, നീ ഏത് ട്രഡീഷനിലായിരിക്കുന്നതല്ല നിന്നെ ദൈവരാജ്യത്തിന്റെ അംശിയാക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വിടുതല ഒരു വീണ്ടും ജനനം നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ ദൈവിക വീണ്ടും ജനനത്തിന് വേണ്ടി. അതില്ലാതെ ഇതിനകത്തൊന്നും പോകരുത്. യോഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞു പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നു നിശ്ചയമായും അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ വെച്ചിട്ടുള്ളായിരിക്കുന്ന ദൈവിക പരിപാടി അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കണം. ഓപ്പർച്യൂണിറ്റി വിൽ നോട്ട് ബി ദേർ ഓൾവേസ്. എല്ലാ സമയത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുമെന്ന് കരുതി, അവസരം ഉണ്ടായിരിക്കുമെന്ന് കരുതി ആരും മുൻപോട്ട് പോകരുത്. അത് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അത് പലപ്പോഴും അത് ഉണ്ടെന്ന് നാം കരുതിയിട്ട് നാം അത് ലേസിയായി അത് പലപ്പോഴും മുൻപോട്ട് നീങ്ങാറുണ്ട്.
അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. എന്നും തുറന്നു കിടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ വാതിൽ അടയ്ക്കുന്ന ഒരു സമയം അത് അതിവിദൂരമല്ല എന്ന് ആത്മാവിൽ ഞാൻ ഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില സംഗതികൾ അനലൈസ് ചെയ്തപ്പോൾ 2020 എന്ന് പറയുന്ന ആ വർഷം അത് ദൈവത്തിന്റെ പദ്ധതിയിൽ യേശുവിന്റെ വരവിന് നീളമുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയട്ടെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത ചിലത് ലോകത്തിൽ നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി ക്ലെയിം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വെച്ച് എനിക്കത് പരസ്യമായി വിളിച്ചു പറയാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ, എല്ലാ ദിവസവും വാതിൽ തുറന്നു കിടക്കത്തില്ല, എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കില്ല. There will be a time that all the doors will be closed against you. നിനക്കെതിരായി വാതിൽ അടയ്ക്കപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ വന്നേക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിന് അധീനരായി ജീവിക്കാതെ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചുകൊണ്ട് ജീവിതം നയിക്കാതെ, അതിനെല്ലാം ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാൻ, അവനെ സേവിക്കുവാൻ, അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. Praise the Lord. So the opportunity will not be there always. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന തിരുവചനം നമ്മെ അത് ഓർപ്പിക്കുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന ഉത്തരം പറഞ്ഞു. ദൈവം തമ്പുരാന്റെ ഒരു പ്രത്യേകത യേശു ഈ ഭാഗത്ത് വിശദീകരിക്കുന്ന ശ്രദ്ധിക്കുക. നമുക്ക് ആരെ വേണേലും കളിപ്പിക്കാം. ചില ആളുകൾ വളരെ ഭയഭക്തി കൊണ്ട് പെതുക്കെ സംസാരിക്കത്തുള്ളൂ. ചിലരാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാടിക്കേറി മറുപടി പറയുന്നവരായിരിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ അത് മുണ്ടുടുക്കുന്നത് കൊണ്ടോ തറയിലിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വട്ടക്കഴുത്തുള്ളായിരിക്കുന്ന ഉടുപ്പിട്ടത് കൊണ്ടോ ഭക്തന്മാരെന്ന് കരുതുന്നെങ്കിൽ അങ്ങനെ ഒരു കരുതൽ വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ഞാൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ആളുകളുടെ കൂടെ, അവരുടെ പേര് പറയുന്നില്ല, പോയപ്പോൾ എന്നോട് പറഞ്ഞു പാൻസ് ഒന്നും ഇടരുത്. വളരെ കൊച്ചുകയാണ്, 1975 കാര്യം പറയുന്നത്. എന്നോട് പറഞ്ഞു പാൻസ് ഒന്നും ഇടരുത്, അതൊന്നും നമുക്ക് ചേർന്നതല്ല, അത് കസേരയിൽ ഇരിക്കരുത്, താഴെ ഇരിക്കണം. അതുപോലെ തന്നെ വല്ലതും അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, മുടി എങ്ങനെ പറ്റ വെട്ടിക്കണമെന്നൊക്കെ എന്നെ ഉപദേശിച്ച അത് ഒരു പ്രത്യേക അതേ സന്ദർഭം. ഞാൻ അത് ശ്രദ്ധിക്കുവാൻ കടമിടയായി. ചെറുപ്പമായിരുന്നുകൊണ്ട് മറുപടി പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഈ വലിയ ആളുകളുടെ മുമ്പിൽ വെച്ച് എങ്ങനെ മറുപടി പറയുന്നത് എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ അവരും ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നോട് മുണ്ടെടുക്കണമെന്ന് പറഞ്ഞ ആള് പാൻസ് ഇട്ടോട്ട് വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന്. അത് മനുഷ്യരുടെ മുൻപിൽ നാം പലപ്പോഴും ആഗ്രഹിക്കുന്ന സംഗതികള് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നാം പലപ്പോഴും ആത്മീയരായി ക്ഷമയുവാനാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫോൾസ് പയറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപട വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്ന സംഗതിയാണ് എന്ന് നാം ഓർത്തിരിക്കണം. നാം മറ്റുള്ളവരുടെ മുമ്പിൽ കാപട്യത്തോടെ ജീവിച്ചിട്ട് കർത്താവ് വരുമ്പോൾ ആളെന്ന് ഒരിച്ചാൽ പോകുമെന്ന് കരുതുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് അത് നിങ്ങളെക്കാൾ നല്ലതുപോലെ അത് ദൈവത്തിന് ഓരോ ജീവിതങ്ങളെയും അറിയാമെന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന വസ്തുതയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു ബ്രോഡ് വേയും നാരോ വേയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശാലമായിരിക്കുന്ന വഴി, ഇടുങ്ങിയ വഴി. നിങ്ങൾ പിന്നീട് അത് വായിച്ചു കൊള്ളുക. 7-14 വാക്യങ്ങളിൽ അവിടെ കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന സംഗതി, നാശത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന ആ വാതിലും വഴിയെ കുറിച്ചും അതിന്റെ വിശാലതയെ കുറിച്ചും പറയുന്നു. ഇന്ന് അത് വിശാലതയ്ക്ക് വേണ്ടി അത് ലോകം വെമ്പൽ കൊള്ളുമ്പോൾ, വിശാലതയ്ക്ക് വേണ്ടി ആത്മീക ലോകം ആളുകളെ ആഹ്വാനം ചെയ്യുമ്പോൾ, വിശാലതയ്ക്ക് വേണ്ടി ആളുകളോട് അത് യാതൊരു തരത്തിലുള്ള ബോർഡേഴ്സ് ഇല്ലാതെ മുൻപോട്ട് പോകാൻ അനുവദിക്കുമ്പോൾ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തില് ദൈവവചനത്തിന്റെ സത്യങ്ങള് പണ്ട് നാം അത് പഠിച്ചു വെച്ചിരുന്ന സംഗതികൾ തെറ്റാണെന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ വിടുതലിന്റെ അതേ ഗ്രൂപ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, വിടുതൽ ഗ്രൂപ്പ് നല്ലതാണ്, വിടുവിക്കപ്പെട്ടാൽ നല്ലത്. എന്നും വിടുവിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം വിളിച്ചത്. നീ ഒരിക്കലായി വിടുവിക്കപ്പെട്ടുവെങ്കിൽ പാപത്തിന് നിന്റെ മേൽ അവകാശമില്ല, ശാപത്തിന് നിന്റെ മേൽ അവകാശമില്ല. ഡെയിലി ഇത് തകർക്കേണ്ട ആവശ്യമില്ല.
അടക്കമാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ യോഗത്തിൽ, ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അത് അന്നേരത്തെ കാര്യത്തിന്റെ ശാന്തിക്ക് വേണ്ടിയാണെങ്കിൽ അവന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഓർത്തിരിക്കണം. പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോട് ഉൾപ്പെടെ ചേർത്ത് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, നിത്യതയ്ക്ക് വേണ്ടി. അതെന്നെ ചിന്തിക്കാതെ ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ അല്ല. False piety. God hates. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കപടഭക്തി. മറ്റുള്ളവരുടെ സ്വാധീനത്തിനും മറ്റുള്ളവരുടെ അപ്ലോഡ്സിനും മറ്റുള്ളവരുടെ മുമ്പിൽ റെക്കഗ്നീഷനും വേണ്ടി പലതും കാട്ടിക്കൂട്ടുമ്പോൾ ഈ വചനത്തിന്റെ മുൻപിൽ നേരെ നിൽക്കുമോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. പുരോഹിതന്മാർ വ്യാജം സംസാരിക്കുന്നു, പ്രവാചകന്മാർ അതിനോട് ഒക്കുന്നു. അടുത്ത വാചകം, എന്റെ ജനത്തിനും അതുകൊണ്ടാണ് ഇന്ന് അതിനാൾ കൂടി വരും. കാര്യം അവരാഗ്രഹിച്ചത് കൊണ്ടു കൊടുക്കുന്ന ആ പ്രത്യേക സംഗതി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഇതാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അബ്രഹാമും ലോത്തും കൂടെ യാത്ര ചെയ്ത് കനാനിലെത്തിയെങ്കിലും ലോത്തിന് കനാനിൽ നിൽക്കാൻ പറ്റിയില്ല. ലോത്തിന് കനാനിൽ നിൽക്കുവാൻ പറ്റാതെ അവൻ അവിടെ നിന്ന് യാത്രയായി. അവൻ സോദോമിൽ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇതിനാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പുള്ളി അവിടെ അങ്ങ് സ്ഥിരം അത് താമസിക്കാൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, നിങ്ങൾ ആ വേദഭാഗം 19-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 19 വായിച്ചാൽ പുള്ളി അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായി തീർന്നു. കസേരയിട്ട് വാതിക്കലിരുന്ന് അത് സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുമ്പോൾ സ്വന്തം വീട് കുത്തഴിന്റെ പുസ്തകമായി മാറി സമയത്തിനും കാലത്തിനും വീട്ടിൽ കയറി വരാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് അവൻ സോദോമിൽ താമസിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മീക മണ്ഡലത്തോട് വിളിച്ചു പറയട്ടെ, ഈ വചനത്തിന് വിരുദ്ധമായി വരുന്ന വ്യക്തി ജീവിതം എത്ര വലിയവനാണെങ്കിലും അവനെ അല്ല നാം കാത്തിരിക്കുന്നത്, നാം കാത്തിരിക്കുന്ന കർത്താവിനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നാം കാത്തിരിക്കുന്ന റെയ്നാഡ് ബോംഗെയല്ല, നാം കാത്തിരിക്കുന്ന ബെന്നി ഹിന്നിനെയല്ല, നാം കാത്തിരിക്കുന്ന യേശുവിനെയാണ്. ആ കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ടാകട്ടെ. We don't want any false piety in the kingdom of God. ദൈവരാജ്യത്തിനകത്ത് യാതൊരു കാപട്യം വിലപ്പോകുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന നേരോട് ജീവിക്കാൻ തക്കവണ്ണം, അതെ, സ്റ്റേജിൽ നിന്ന് കള്ളം പറയുന്ന നിർത്തിവെച്ച് നേര് പറയാൻ ആദ്യം പഠിക്കാത്തവൻ പ്രസംഗിക്കരുതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളം പറയാൻ ഉപയോഗിക്കുന്ന വേദി ഇന്ന് ക്രൂസേഡിന്റെ വേദികളാണ്. ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. ആ വേദികൾ പലപ്പോഴും തമ്പുരാൻ കേട്ട് കഴിഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തും. എന്തിന്? നമ്മുടെ മഹിമയ്ക്ക് വേണ്ടി, നമ്മുടെ അത് സ്റ്റാറ്റസിന് വേണ്ടി. ഒരു കാലത്ത് ദൈവവചനം അനുസരിച്ച് ഇറങ്ങി തിരിച്ചവരുടെ തലമുറകൾ, അവരുടെ തലമുറയാണ് നാം ഇന്ന്. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടത്തിലും ഭാരത്തിലും വേദനയിലും നിന്ദയിലും ഒറ്റപ്പെടുത്തലിലും അത് വീട് വിട്ടിറങ്ങിയിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കപ്പെട്ട് അത് ഇറങ്ങി വിശ്വാസത്തിന് വേണ്ടി നേരെ നിന്നെങ്കിൽ ഇന്ന് അവരുടെ തലമുറ വിളിച്ചു പറയാൻ തുടങ്ങി, അപ്പച്ചൻ അബദ്ധം പറ്റിയാണ്. അല്ല, അപ്പച്ചനല്ല അബദ്ധം പറ്റിയത്, അബദ്ധം പറ്റിയ ഇന്നത്തെ തലമുറയ്ക്കാണ് വചനത്തിൽ ഇല്ലാത്ത പഠിപ്പിക്കുവാൻ തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫോൾസ് പയറ്റി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം. ദൈവം തമ്പുരാന് പാവപ്പെട്ടവരെയും വലിയ ഇഷ്ടമാണ്, അവന്റെ സിൻസിയർ ആരാധന ഇഷ്ടമാണ്. പക്ഷേ ഈ മേക്കപ്പ് പരിപാടികൾ തമ്പുരാൻ ഇഷ്ടമല്ല. ഒരു നല്ല മഴ പെയ്താൽ നിന്റെ മേക്കപ്പ് അടിഞ്ഞു വയ്ക്കും. ഒരു ശരിയായ അത് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വെല്ലുവിളി നടത്തിയാൽ ഇവർ എവിടെ നിൽക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മീക മണ്ഡലത്തിൽ നിലകൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാനാണോ ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്? ചില ആളുകൾ അത് തലമുറയോട് പറയാറുണ്ട്, അവരെ കുറിച്ചും പറയാറുണ്ട്, പിള്ളേരല്ലയോ അത് വളരുമ്പോൾ അങ്ങ് നന്നാകുന്നില്ല, അത് നിന്റെ തോന്നലാണ്. ഇന്നവൻ നന്നായില്ലേ, നാളെ അവൻ നന്നാകത്തില്ല. അത് അറിയാവുന്ന ആ ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം വായിപ്പിക്കുവാൻ, വചനം ധ്യാനിപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അത് വീട്ടിൽ നിനക്ക് ആ ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ വിചാരിക്കരുത് ഇവൻ IT-ക്ക് വേണ്ടി വേറെടുത്ത് പോയാൽ, ഇവൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേറെടുത്ത് പോയാൽ, നിന്റെ കസ്റ്റഡിയിൽ ഇല്ലാതിരിക്കുമ്പോൾ അവൻ ഇതിനേക്കാൾ നന്നാകുമെന്ന് കരുതരുത്. False piety God hates.
ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായ ഒരു സംഗതിയാണ് എന്ന് കാണുവാൻ കവണ സാധിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അത് ബ്രോഡ്വേ ആൻഡ് നാരോ വേ കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് പ്രോഫറ്റ്സിനെ കുറിച്ചാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 7:15 വാക്യം. ഈ പ്രവാചകന്മാരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കൂ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ വാക്യമില്ല. ഉള്ളത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാര്യം ദൈവവചനത്തിന്റെ സത്യം. ആ പ്രവചനം എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. ദൈവം കൊടുക്കുന്ന ദൈവമാണ്. ദൈവം അതിലൂടെ സംസാരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. വായിച്ചാട്ടെ. അവർ ആടുകളുടെ വേഷം കൊണ്ട്, ഈ ആടുകളുടെ വേഷം കൊണ്ടുവരികയും നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേ കടിച്ചു കീറുന്ന ചെന്നായായിട്ട് അവരുടെ ചെയ്തികൾ കാണുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, ഇവന്റെ മേലിൽ അത് ഒരിക്കലും അത് സത്യപ്രവാചകൻ എന്ന് പറയാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞു അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മളവരെ വീട്ടിൽ സൂക്ഷിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇല്ല, വീട്ടിൽ സൂക്ഷിക്കാനല്ല പറഞ്ഞത്. കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കരുതെന്ന് നിശ്ചയമായിട്ടും മനസ്സിലാക്കണം. പ്രവചനം സത്യമാണെങ്കിൽ സത്യപ്രവാചകന്മാർക്കൊരു ദൗത്യമുണ്ട്, അവർക്കൊരു ശുശ്രൂഷയുണ്ട്, അവർക്കൊരു ദൂതുണ്ട്. ആ ദൂത് വേറെ ഒന്നുമല്ല. ആ ദൂത് പാപത്തിൽ പോകുന്നവരെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ പ്രവാചക ദൗത്യം. അല്ലാതെ അന്യഭാഷ പറഞ്ഞ മലയാളം പറയില്ല. അല്ല, ഈ വലിയ സമൂഹത്തോട് ഒറ്റ വാക്കിൽ പറയട്ടെ, ഈ പുസ്തകത്തിനകത്ത് അന്യഭാഷ പറഞ്ഞേച്ച് ലോക്കൽ ഭാഷയിൽ പറയുന്നത് പ്രവചനമാണെന്ന് ഒരൊറ്റ വാക്യം പോലും. അത് തെളിയിക്കാനുള്ള വേദി അന്യത്. അത് പിന്നെ സൗകര്യമുള്ളപ്പോൾ നമുക്ക് തമിഴ് സംസാരിക്കാം. ഇന്ന് കാണുന്നതായിരിക്കുന്ന തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, പല പ്രവാചക പരിപാടികളും ഒരു ഫോൾസ് പയറ്റിയുടെ ഭാഗമായി മരിച്ചുപോയ പാസ്റ്റർ പി എൻ സക്രിയ സാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടതായിട്ട് വരും. ഞാനും അദ്ദേഹമായി വളരെ അടുത്ത് ഇടപെടുവാൻ, ഒരുമിച്ച് പഠിപ്പിക്കുവാൻ, അദ്ദേഹത്തിന്റെ കീഴിലെ ശിഷ്യനായിരിക്കാൻ അത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുവാൻ കവണ സാധിക്കും. താരൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി ദൈവശബ്ദത്തിൽ ഇരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞേച്ച് പ്രവചിച്ച ഒരാളുമില്ലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓടിച്ചെന്ന് ബ്രദറിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു. ആരാ പുസ്തകത്തിലുള്ളത്? കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ. ഫോൾസ് പയറ്റി ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. നാം ആയിരിക്കുന്ന പോലെ നമ്മെ അംഗീകരിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്തിനാ ഒരു വേഷം കെട്ടൽ? ദൈവം വെറുക്കുന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമായി അത് മുൻപോട്ട് പോകുവാൻ അല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി വച്ചിട്ട് ഒറിജിനലായി തന്നെ ജീവിക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ ചലഞ്ച് തന്നിരിക്കുക. വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു നിഴലാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് നിഴലല്ല, ഇത് ശരിക്കും റിയലാണ്. നിഴലാണെങ്കിൽ അത് ഈ ടിവിയുടെ ഒക്കെ സ്ക്രീനെ നോക്കിയാൽ മതി. 1 മിനിറ്റ് കൊണ്ട് ഒരു തൈ നട്ട് അത് വളർന്ന് അതിന് വെള്ളവും വളവും അത് കൊടുത്ത് അത് പൂവുണ്ടായി കായുണ്ടായി അമ്മച്ചി പിച്ചാത്തിയും കൊണ്ടുവന്ന് വെണ്ടയ്ക്ക അത് കണ്ടിച്ചേർത്ത് നല്ല ഒരു വപ്പാസ് കറി വെച്ചിട്ട് അത് വിരുന്നുകാരന് കയറി വന്ന് വിരുന്നുകാരന് കൊടുത്തു വെച്ച എന്തൊരു ടേസ്റ്റ് ആണ്. ഇതെല്ലാം കൂടെ പറയാൻ 1 മിനിറ്റ് മതി. പക്ഷെ അത് റിയൽ അല്ല. അത് റിയൽ അല്ല. റിയൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് പണി ചെയ്ത് വീട്ടിലേക്ക് വരുന്ന തന്റെ ഭർത്താവ് ചിലപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒത്തിരി സുന്ദരന്മാരെ പോലെ സുന്ദരിമാരെ പോലെ ഇരുന്നില്ലെങ്കിലും നിന്റെ ജീവിതം ശരിയാകണമെങ്കിൽ റിയലായ മനുഷ്യനുമായി നിന്റെ ജീവിതം പങ്കിടാൻ കഴിയണം. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ ജീവിതം ഒരു ഷെയ്ഡിൽ ചെയ്യേണ്ടതായ സംഗതിയല്ല. ക്രിസ്തീയ ജീവിതം ഒരു നിഴലല്ല. ക്രിസ്തീയ ജീവിതം റിയലാണ്. ഫോൾസ് പയറ്റ് കൊണ്ട് സാധ്യമല്ലത്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആ മത്തായി 7:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വായിക്കാം. യു ഹാവ് ടു ബി ഒറിജിനൽ. ദൈവത്തിന്റെ വചനത്തിൽ 25:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ കാണുന്ന കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്
ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കൂ, ഇവര് 5 പേര് ബുദ്ധിയില്ലാത്തവരാണെന്നും 5 പേര് ബുദ്ധിയുള്ളവരാണെന്നും എങ്ങനെയാ കണ്ടുപിടിച്ചത്? മണവാളൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ, 5-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം. പിന്നെ മണവാളൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? മയക്കം പിടിച്ച് ഉറങ്ങി. ബുദ്ധി ഉള്ളവരും ഉറങ്ങി, ബുദ്ധി ഇല്ലാത്തവരും ഉറങ്ങി. ഉറക്കം എല്ലാവർക്കും ഉള്ളത്. ഉറക്കമല്ല ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവന് എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. ആർപ്പുവിളി ഉണ്ടായപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. അതിനകത്ത് ബുദ്ധികെട്ടവനെ ബുദ്ധി അതെ ഉള്ളവനെ തിരിച്ചറിയാൻ മാർഗമില്ലായിരുന്നു. എല്ലാവരും വിളക്ക് തെളിയിച്ചു. അതുകൊണ്ട് ബുദ്ധിയുള്ളവനെ ഇല്ലാത്തവനെ തിരിച്ചറിയാൻ മാർഗമില്ല. എങ്ങനെയാ അറിയുന്നത്? എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് പറയുകയാണ്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അവർ ചിന്തിച്ചിരുന്നു, മണവാളൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരുമെന്ന്. ദൈവജനം ശ്രദ്ധിക്കൂ, വളരെ ഗൗരവമായ ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറയട്ടെ. അവർ ചിന്തിച്ചു, ഞങ്ങള് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും മണവാളൻ വരുന്നതെന്ന്. മണവാളൻ എപ്പം വരുമെന്ന് മണവാളൻ നേരത്തെ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫോൾസ് ഐഡിയ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോടും പറഞ്ഞിട്ടില്ല അവൻ എപ്പോഴാ വരുന്നതെന്ന്. നിങ്ങൾ റിലാക്സ് ചെയ്തോ, ഞാൻ ഈയിടെ ഒന്നും വരത്തില്ലെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, 15 കൊല്ലം കഴിഞ്ഞ് നീ ഈ കാര്യം ചെയ്യുമെന്ന് ഒരു പ്രവാചകൻ ഒരാളിനോട് പറയുമ്പോൾ ഞാൻ പറയുന്നു നോ. അതിന്റെ അർത്ഥം ഈ പ്രവാചകൻ പറയുന്ന അടുത്ത 15 കൊല്ലത്തേക്ക് കർത്താവ് വരത്തില്ല. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോ വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്, മണവാളൻ ഏത് സമയത്ത് വരുമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കന്യകമാര് കണക്കൂട്ടി, ഞങ്ങളുടെ കണക്കൂട്ടനുസരിച്ച് ഇന്ന സമയത്തായിരിക്കും മണവാളൻ വരുന്നത്. ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ബുദ്ധിയില്ലാത്തവരെന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഇവിടെ കാണില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആ ദൂത് പറയുവാന്റെ കാരണമുണ്ട്. എന്റെ യേശു എപ്പോഴാ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അത് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ വരവിനായി ഒരുങ്ങുവാൻ നാം ബന്ധപ്പെട്ടവരായിരിക്കേണ്ടത്. നിന്റെ പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കാം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നതുണ്ടായിരിക്കാം, വീട് വെക്കുന്നതുണ്ടായിരിക്കാം, വാഹനം മേടിക്കുന്ന പദ്ധതി കാണും, അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന വിവാഹം നടക്കുന്ന കാര്യം കാണും. ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവില് അത് വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതെല്ലാം ഉള്ളപ്പോഴും അവന് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്നത് അവൻ തന്നെയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഇവർ ഫൂളിഷായി പല കാര്യങ്ങൾ ചെയ്യുവാൻ കൊണ്ടിവിടെയാണ്. മത്തായി പറയുന്നുണ്ട്, അതെ, ഫൂളിഷ് ബിൽഡേഴ്സിനെ കുറിച്ച്, വൈസ് ബിൽഡേഴ്സിനെ കുറിച്ച്. എക്സാക്ട്ലി അതുപോലെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുവാനൊക്കെ സാധിക്കുന്നത്. അവരെല്ലാവരും വിളക്ക് തെളിയിച്ചു. അവിടം വരെ 10 പേരും ബുദ്ധിയുള്ളവര്. അതിനകത്ത് ബുദ്ധിയില്ലാത്തവർക്ക് ഒരു ഗ്രൂപ്പേ ഇല്ല. പക്ഷേ എപ്പോഴാ ബുദ്ധിയില്ലാത്തവർ തെളിയിക്കപ്പെട്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 8-ാം വാക്യത്തില്. അത് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ വിളക്ക് കെട്ടുപോകുവാനിടയായപ്പോൾ അവര് മനസ്സിലാക്കി, ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. കെട്ടുപോകുന്നവരെ ഷൈൻ ചെയ്തുകൊണ്ടാണ്. തകരാറ് പറ്റിക്കഴിയുമ്പോഴാണ് അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ശരിക്കും ബുദ്ധിയുള്ളവൻ തകരാറ് പറ്റുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നവനായിരിക്കും. ജീവിത ശൈലിയിൽ ക്രമക്കേടുകൾ വരുത്താതെ, അല്ല ഈ മിനിറ്റിൽ യേശു വന്നാലും അവന്റെ കൂടെ പോകാൻ തടസ്സമുള്ളത് ചെയ്യാതെ ജീവിക്കുന്നതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, അത് ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് പറയുകയാണ്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവേ. എവിടെയാ ഇവരുടെ പ്രിപ്പറേഷൻ? എവിടെയാ ഇവർ ബുദ്ധിയുള്ളവരായത്? തിരുവചനം നമ്മോട് പറയുന്നു, എല്ലാരും ചെയ്തതുപോലെ പല കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിളക്കെടുത്തപ്പോൾ എല്ലാരും എടുത്തു. എന്നാൽ ഒരു ഗ്രൂപ്പ് മാത്രമേ വിളക്കോടുകൂടെ പാത്രത്തില് എണ്ണ എടുക്കുവാൻ ഇടയായി തീരുകയുള്ളൂ.
ഞാൻ ഇന്ന് രാത്രിയിൽ പറയാം, അത് കോമൺ ലൈഫ് കൊണ്ട്, ഓർഡിനറി ജീവിതം കൊണ്ട്, അത് സാധാരണ ജീവിതം കൊണ്ട്, ആത്മീക മണ്ഡലത്തിൽ ദൈവരാജ്യത്തിനായി കാത്തിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതിനൊരു അവസാനമുണ്ട്. മണവാളൻ താമസിക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള ശോഷിച്ചില്ലാതായി അത് നിന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കേണ്ടതില്ല. അത് ഓരോ ദിവസവും നിന്റെ പാത്രത്തിൽ എണ്ണ കരുതി ജീവിക്കുന്നു എങ്കിൽ അവൻ എപ്പോഴേലും വരട്ടെ, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാണ്. സ്തോത്രം, സ്തോത്രം. അതിന്റെ ഇടയിൽ ചിലപ്പോൾ നീ വീട് വെച്ചെന്നിരിക്കും, അതിന്റെ ഇടയിൽ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയെന്നിരിക്കും. പക്ഷെ വീടല്ല നിന്റെ വലിയ കാര്യം, നിന്റെ ജീവിതത്തിലെ മറ്റ് പദ്ധതികളല്ല നിന്റെ മുൻഗണനയിൽ വരുന്നത്. നിന്റെ മുൻഗണന ഇതിന്റെ ഇടയിൽ അവൻ വന്നാലും എനിക്ക് അവന്റെ കൂടെ ആയിരിക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി എനിക്ക് ഉണ്ടായിരിക്കാൻ ഇടയായി തീരണമേ എന്ന് ദൈവത്തോട് അത് പറഞ്ഞു ജീവിക്കാൻ കവണം നമുക്ക് കഴിയണം. ഒരു ഡെയിലി എനേബിൾമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ഡെയിലി കർത്താവുമായി അടുത്ത് ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് അത് നിശ്ചയമായും മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ചെന്ന് ചോദിച്ചുടനെ അത് ഇവര് ഉണ്ടായിരുന്നത് ഷെയർ ചെയ്യാത്തത് തെറ്റായി ചിലർക്ക് തോന്നിയേക്കാം. ഇല്ല, അതാ അവരുടെ ബുദ്ധി തെളിയിക്കുന്നത്. തിരുവചനത്തിൽ പറയുന്നത്, ബുദ്ധിയുള്ളവർ പറഞ്ഞ വാചകം, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുകയും. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ ആ സത്യം ഞാൻ നേരെ പറയാം, വേറൊരാളുടെ പ്രിപ്പറേഷനിൽ നിന്റെ ക്രിസ്തീയ ജീവിതം ചെയ്യരുത്. ഞങ്ങളുടെ അമ്മ പ്രാർത്ഥിക്കുന്ന ആളാണ്, നിനക്കെന്താ ബന്ധം? എന്റെ ഭാര്യ ഭക്തയാണ്, വളരെ നല്ല കാര്യം. അവരുടെ കയ്യിൽ എണ്ണയുണ്ട്, ഞങ്ങൾക്കും കിട്ടുമെന്നും പറഞ്ഞ് ജീവിക്കരുത്. നിന്റെ കയ്യിൽ പാത്രത്തിൽ എണ്ണയും ഇല്ലെങ്കിൽ മണവാളൻ വരുന്ന സമയത്ത് നിനക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ നീ വല്ലോടത്തും തപ്പി നടക്കുകയായിരിക്കും. ഇന്ന് രാത്രിയിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട വലിയ സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതേഴ്സ് പ്രിപ്പറേഷൻ. അവരുടെ പാത്രത്തിൽ എണ്ണയുള്ളത് കൊണ്ട് നിനക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അവരുടെ അതേ വിളക്ക് പിന്നെയും കത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തീരുന്നുടനെ ഒഴിക്കാൻ അവരുടെ പാത്രത്തിനകത്ത് അവര് കരുതിയിട്ടുണ്ട് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അത് മറ്റുള്ള ബുദ്ധിയില്ലാത്ത ആളുകള് അവർ വിചാരിച്ചു ഷെയറിങ്ങിലൂടെ സംഗതികൾ ചെയ്യാമെന്ന്. നമുക്കറിയാം, ദുബായിലും ഈ ഷാർജയിലൊക്കെ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്നവര് ധാരാളം ഉള്ളത്. ഇപ്പം പിന്നെ അത് കുറഞ്ഞു വരുന്നുണ്ട്, അത് വാടക കുറഞ്ഞുകൊണ്ടാണ്. ഷെയറിംഗ് കൊണ്ട് കാര്യം സാധിക്കാമെന്ന് കരുതിയ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനുവേണ്ടി തയ്യാറാകാതിരുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ വളരെ നല്ല ആളുകള്, അവരുടെ പ്രിപ്പറേഷനിൽ പോകാം എന്ന് കരുതി നാം ആരും കാത്തിരിക്കരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, അത് നിന്റെ മക്കള്, അത് അവര് കരുതിയത് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിന്റെ ക്രിസ്തീയ ജീവിതം ദൈവസന്നിധിയിൽ യോഗ്യമായി നയിക്കുന്നില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ കൊണ്ടുപോകാൻ സാധ്യമല്ല. സ്തോത്രം, സ്തോത്രം. യാതൊരു രീതിയിലുള്ള പൊസിഷൻസും നിന്നെ ദൈവരാജ്യത്തിനകത്താക്കത്തില്ല. നിനക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിന്റെ പാത്രത്തിൽ എണ്ണ നിറച്ച് അത് നിന്റെ ജീവിതം നയിക്കുന്നു എങ്കിൽ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സാധിക്കും. ഇവർക്കൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. ആ കണക്കൂട്ടലിലൂടെ ഞാൻ പറയാം, അഥവാ അവൻ വരുമ്പോ ഞങ്ങൾ ഇല്ലേലും പിന്നെ വന്ന് മുട്ടിയാലും തുറക്കുന്നു. ആദ്യത്തെ കൈക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ പറ്റിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് അത് ആത്മീയ മണ്ഡലത്തിൽ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അതൊന്നെടുത്ത് വായിക്കണം. Gospel according to Matthew chapter 7 verses 21 through 23, 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് അവർ തീർത്തു പറയും. ആരോടാ പറഞ്ഞതെന്ന് അതിന്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വായിച്ചു ആ വാക്യങ്ങളുടെ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന 15-ാം നാളിൽ എന്നോട് ആ നാളിൽ ചോദിക്കുന്ന ചോദ്യമാണ്.
നാമത്തിൽ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ എന്ത് ചെയ്തു? ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഉടനെ ഭൂതം ചാടി ഓടിപ്പോയെന്നാ പറയുന്നത്. ബാംഗ്ലൂരിൽ നടന്നൊരു സംഭവം എന്റെ ഓർമ്മയിലുണ്ട്. ബാംഗ്ലൂർ അറിയാവുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞ ഭൂതത്തിന്റെ തലയിലോട്ട് കൈകെട്ടി വെച്ച് ശാസിക്കാൻ തുടങ്ങി ഉടനെ ഭൂതം പറഞ്ഞു, കൂടുതൽ വേണ്ട, നിന്റെ കാര്യം ബാക്കിയെന്ന് പറയുന്നു. പുള്ളി അതോടെ ശാസന നിർത്തിപ്പോയി. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഒത്തിരി ആളുകളുണ്ട് ഭൂതത്തെ പിശാചിനെയൊക്കെ ബന്ധിക്കാൻ വേണ്ടി നടക്കുന്നവർ. നിങ്ങൾക്ക് വേദപുസ്തകം അറിയാമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ പുസ്തകത്തിൽ ഒരൊറ്റ മനുഷ്യൻ പിശാചിനെ ബന്ധിക്കാൻ അധികാരം കൊടുത്തിട്ടില്ല. പിശാചിനെ ബന്ധിക്കാൻ ഈ 66 പുസ്തകത്തിൽ ഒരു മനുഷ്യനും അവകാശം കൊടുത്തിട്ടില്ല. പിശാചിനെ ബന്ധിക്കാൻ അവകാശം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമാണ്. അവൻ മാത്രമേ പിശാചിനെ ബന്ധിക്കൂ. ഈയിടെ ഒന്നും ബന്ധിക്കത്തില്ല. ഇവിടുത്തെ ചില പുള്ളികളെ പഠിപ്പിച്ചേ അവൻ ബന്ധിക്കത്തു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു? വീര്യപ്രവർത്തികൾ. മുടന്തൻ നടന്നു, കണ്ണ് കാണാത്തവന്റെ കണ്ണ് അത് കാണാറായി, കൈവിരലിന് നീളം കുറഞ്ഞത് വളർന്നു, കാലിന്റെ വിരലിന് നീളമുണ്ടായി, ഞാൻ ചിലരെയൊക്കെ മലർത്തി അടിച്ചിട്ടു, ചിലരെയൊക്കെ ശാപിച്ചിട്ടു. ഇതൊന്നും പുസ്തകത്തിന്റെ സംഗതികളല്ല. തിരുവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ ആക്കിയിട്ടില്ല. സ്തോത്രം. വീര്യപ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരുവചന പ്രകാരം പഠിക്കണം. ഇനി വാക്യം നാം പലപ്പോഴും കണ്ടെത്താറുള്ളത് ഞാൻ ചെയ്തതിൽ അധികം ചെയ്യുന്ന, ഞാൻ ചെയ്തതിൽ അധികം ഞാൻ ചെയ്തതുപോലുള്ള ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കൂ. നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു. അവരെ എല്ലാവരെയും കൂടെ കൂട്ടിവെച്ച് കർത്താവ് വിളിച്ചൊരു വാചകമുണ്ട്. എന്താ പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ. യേശുവിന്റെ നാമത്തിൽ ഭൂതം പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തി നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പാപികൾ രക്ഷിക്കപ്പെടട്ടെ. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ തമ്പുരാന് അത് മഹത്വം കൊടുക്കാതെ നീ ചെയ്യുന്ന സകലവും ദൈവത്തിന്റെ മുമ്പിൽ അധർമ്മം. അതുകൊണ്ട് ഇതൊരു കച്ചവട ചരക്കാക്കരുത്. ടോക്കൺ വെച്ചത് നടത്തരുത്. നിന്നെ കാണാൻ ആളുകളെ ക്യൂ നിർത്തരുത്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഉടമസ്ഥൻ വരും. അവൻ വന്ന് പിശാചിനെ ബന്ധിക്കും. ചില പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നിന്നെ ബന്ധിച്ച് നിന്നെ നരകത്തിലേക്ക് വിടുന്നു. ഈയിടെ ഒന്നും നടക്കത്തില്ല. അതായത് ബാക്കി അറിയാവുന്ന പിശാചി ചിരിക്കും. ഇതൊന്നും നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. പിശാചിനെ ബന്ധിച്ച് നരകത്തിൽ വിടാൻ അത് തമ്പുരാന്റെ ജോലിയാ. വചനമറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുവാൻ ഇടയാകരുത്. നിന്റെ അപ്പനും അമ്മയും ചെയ്തത്, സത്യത്തിന് വേണ്ടി ഇറങ്ങി നിന്നത്, ദൈവസന്നിധിയിൽ സഹിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആധുനികതയുടെ പ്രവണതയിൽ പലതും വാരിക്കോരി ഇന്നത്തെ ദൈവമക്കളെ തളിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നിശ്ചയമായും അവസാനിപ്പിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്റെ കർത്താവ് വരുന്നത് തന്റെ കാന്തയെ ചേർക്കാനാണെങ്കിൽ ആ കാന്തയെ മലീമസമാക്കുവാൻ ചെയ്യുന്ന സംഗതികൾ നിർത്തണം. സ്തോത്രം. എന്റെ കർത്താവിന്റെ ആഗ്രഹം തന്റെ കാന്ത ശുദ്ധിയും നിഷ്കളങ്കയുമായിരിക്കും. ഈ പുസ്തകം പറയുന്ന പോലെ നീ ഒന്ന് ജീവിക്കേ. നേര് പറയാൻ ആദ്യം പഠിക്ക്. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ പഠിക്ക്. അവർക്ക് മാത്രമാണ് സ്വർഗം വെച്ചിട്ടുള്ളത്. അല്ലാതെ ദൈവത്തിന്റെ വചനത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് ദൈവജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയും. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയട്ടെ. ഇന്നത്തെ പലയിടങ്ങളിലും പോയാൽ 15 മിനിറ്റ് 20 മിനിറ്റുകൾ കൊണ്ട് വികാരത്തിൽ അത് മുഴുവൻ തിളപ്പിച്ചു നിർത്തുന്ന ജനത്തെ അതിനകത്ത് ഒതുക്കുന്ന കാണുവാൻ കഴിയും. ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ക്രൂസൈഡുകൾ. യേശുവിലൂടെ അല്ലാതെ വിടുതലില്ല എന്ന് പറയേണ്ടതിന് പകരം നാം വിടുതലിന്റെ ആളുകളായി മാറരുത്. Jesus is the only savior. Jesus is the only healer. അവന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ
ഈ ഹീലിംഗ് നിനക്ക് ദൈവസന്നിധിയിൽ ചെന്ന് അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ പാസ്റ്ററോ അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരോ ആത്മനിലവിൽ നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കട്ടെ. അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഹീലിംഗ് തരും. നിനക്കാരെയും ഹീൽ ചെയ്യാൻ അവകാശമില്ല. അതിന്റെ മഹത്വം നീ എടുക്കരുത്. God hates the false piety. ദൈവം വെറുക്കുന്ന കാര്യമാണ് ഈ ഫോൾസ് പയറ്റി. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം അത് വായിപ്പാൻ കവണം അത് കഴിയുന്നു. ഒരിക്കലും ഇങ്ങനൊരു, ഞാൻ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം, ഒരിക്കലും ഇങ്ങനൊരു മറുപടി അവരാരും പ്രതീക്ഷിച്ചില്ല. അവർ എന്നിട്ട് അത് പറഞ്ഞു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. മുട്ടിയാൽ തുറക്കാത്തതാരാ? 11 മണിക്കും 11:30ക്കും അത് 10 മണിക്ക് തുടങ്ങിയ സഭായോഗത്തിൽ 11:30ക്ക് കയറി വരുന്നവരും തുറക്കുന്നവരാ നമ്മൾ. നമ്മുടെ ചിന്ത കർത്താവ് നമ്മുടെ കൂട്ടാണ്. No, he is not like that. നിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കൊള്ളാം, നിന്റെ നോളജ് ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ തമ്പുരാന്റെ പ്രമാണമുണ്ട്. തമ്പുരാന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാടണം. ഇത്രയും നാൾ 25 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ഒക്കെ സർവീസ് ചെയ്തുകൊണ്ട് നടന്ന പുള്ളിയോടെ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത്. പക്ഷെ തമ്പുരാൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാര്യം അവൻ വെച്ച വ്യവസ്ഥയിലല്ല അത് ചെയ്തതൊന്നും. കർത്താവിന്റെ വായിൽ നിന്ന് ഇങ്ങനെ വാക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിന്റെ എക്സ്പ്ലനേഷനാ മത്തായി 7 നാം വായിച്ചത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, വീര്യപ്രവൃത്തി അധർമ്മമാണോ? ഭൂതത്തെ പുറത്താക്കിയത് അധർമ്മമാണോ? പ്രവചിച്ചത് അധർമ്മമാണോ? ധർമ്മമല്ലാതെ ചെയ്തതൊക്കെ അധർമ്മമാണ്. എന്താ ധർമ്മം എന്നറിയാം? മഹത്വം മുഴുവനും ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വത്തിന് കാരണമാണ്. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം കൂടെ ഷാർജയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, വിനയത്തോടെ താഴ്മയോടെ, എന്റെ വാക്കുകൾ ചിലപ്പോൾ ശക്തമായി തോന്നിയേക്കാം, എന്നാൽ വിനയത്തോടെ താഴ്മയോടെ പറയട്ടെ, നീ ജീവിക്കുന്നത് കർത്താവിനെന്നവണ്ണം ജീവിക്കും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും. അത് മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന തന്റെ വൃതന്മാര് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനായി കാത്തിരിക്കുന്ന ദൈവമേ, കരങ്ങളിലോട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതായിരിക്കട്ടെ ഇതിന്റെ പ്രത്യാശ. വരത്തില്ലെന്ന് നീ ആരോടും പറയരുത്. താമസിച്ചേ വരത്തുള്ളത് പറയരുത്. അവൻ താമസിക്കയില്ല. വരുവാനുള്ളവൻ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പറയാം, വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കയുമില്ല. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്റെ യേശു വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടെയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് അത് നിങ്ങൾ വായിച്ച് കേൾക്കുവാൻ കഴിയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. എങ്ങനെയാ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. വരുന്നല്ല പറഞ്ഞേക്കുന്നത്, ഇതാ ഞാൻ വേഗം വരും. ഞാൻ ഇന്ന് ഓർക്കുന്നു, പാസ്റ്റർ ജിജി വെച്ച് ഒരിക്കൽ കല്ലിശ്ശേരിയിൽ പ്രസംഗിക്കുമ്പോൾ, I was there as a small boy. പുള്ളി ഇംഗ്ലീഷിലെ ഒരു വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിൽ പോലും, when he began to speak about the second coming of Christ, he said, the Bible says, surely, പുള്ളിയുടെ ശക്തി ആ കരുത്തും ഒക്കെ കാണിച്ചുകൊണ്ട് surely എന്ന് പറഞ്ഞേച്ചവർ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി ഈയിടെ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, surely he will come, whether you agree or not, he will come. നിങ്ങളുടെ പ്ലാനുകൾ പദ്ധതികൾ എന്തുമാകട്ടെ, ഇന്ന് രാത്രി ദൈവകൃപയിൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ലേസിയായാലും എന്റെ കർത്താവ് വരേണ്ട സമയത്ത് അവൻ വരിക തന്നെ ചെയ്യും. ആ പ്രത്യാശയിൽ നിറഞ്ഞ് ഇന്ന് രാത്രിയിൽ അത് നമുക്കായിരിക്കാം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ
അരുളി ചെയ്യണമേ. ജനമെല്ലാം കൂടെ ചേർന്ന് ആ വലിയ വിഷന്റെ അവസാനത്തിൽ പറഞ്ഞതായ വാചകം അത് എങ്ങനെയാണ്? ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ഞാൻ വരുന്നെന്ന് പറഞ്ഞാണ് ഈയിടെ വരരുത് എന്ന് ആരും പറഞ്ഞില്ല. നമ്മളിൽ പലരും ഇന്ന് ചിലപ്പോൾ അവനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. പക്ഷെ ഈ കോൺഗ്രിഗേഷൻ ഒറ്റയ്ക്ക് അത് ഒരു സ്വരത്തിന് വിളിച്ചു പറയാൻ കഴിയണം. ആമേൻ, കർത്താവേ വരേണമേ. ആ വലിയ പ്രത്യാശയുള്ള എല്ലാ ദൈവജനവും കരങ്ങൾ ദൈവസന്നിധിയിൽ അത് അടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പാട്ടിന്റെ അടികൾ പാടും. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് സ്തോത്രം. ഞാനൊരു ചോദ്യം ഈ രാത്രിയിൽ ചോദിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ കേട്ട ദൈവവചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ കഴിയുമോ? എല്ലാവരും ഒരു നിമിഷം ധ്യാനനിരതരായി നിൽക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്നെ തന്നെ അത് ഒരുക്കുന്ന ജീവിതമാണ് ഇന്ന് അത് ഞാൻ കൈക്കൊള്ളുന്നത്. എന്റെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവത്തിൽ എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. മാത്രമല്ല എന്റെ കർത്താവ് ഇന്ന് വന്നാൽ അവന്റെ കൂടെ പോകുവാൻ വേണം എന്നെ തന്നെ ഞാൻ ദൈവകരങ്ങളിൽ ഒരുക്കുകയാണ് എന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ കൊയർ പാട്ട് പാടുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ചേർന്ന് പാടാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ കർത്താവേ വരേണമേ എന്നുള്ള ദൈവകരുടെ ആഹ്വാനത്തോടെ ഈ പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ അത് മഹത്വപ്പെടുത്താം. ദൈവമായ